കേരള CBSE ഫുട്ബോൾ ടൂർണമെന്റിനൊരുങ്ങി ആലുവ തോട്ടുമുഖം ക്രസന്റ് പബ്ലിക് സ്കൂൾ. ക്ലസ്റ്റർ 11 ബോയ്സ് അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിലെ ടൂർണമെന്റാണ് ഈ മാസം 19 മുതൽ 25 വരെ ആലുവ ക്രസന്റ് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. കേരളത്തിലെ വിവിധ CBSE സ്കൂളുകളിൽ നിന്നും 136 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതെന്ന് സ്കൂൾ മാനേജർ PS അബ്ദുൽ നാസർ പറഞ്ഞു. കേരള CBSE സ്കൂൾ ഇന്റർ സ്കൂൾ ടൂർണമെന്റ് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വരുന്ന 19-ാം തീയതി ബഹുമാനപ്പെട്ട ആലുവ മുനിസിപ്പൽ ചെയർമാൻ ഈ മാമാങ്കത്തിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഏതാണ്ട് 136 ടീമുകളാണ് ഇവിടെ മാറ്റൊരുക്കുന്നത്. 4 ഗ്രൗണ്ടുകളിലായിട്ടാണ് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയം അടക്കമുള്ള 4 ഗ്രൗണ്ടുകളിലടക്കമായിട്ടാണ് ഇവിടെ ഈ കളി നടക്കാൻ പോകുന്നത്. കേരളത്തിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള എല്ലാ CBSE സ്കൂളുകളും ഇതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന CBSE സ്കൂളുകളും ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നടക്കാൻ പോകുന്ന കളികളെല്ലാം തന്നെ അണ്ടർ 19, അണ്ടർ 17, അണ്ടർ 14 ഈ വിഭാഗത്തിലുള്ള ബോയ്സിന്റെ കളികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ടൂർണമെന്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു ടാസ്ക്കാണ് വീണ്ടും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ക്രസന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. കാരണം അക്കാഡമിക്കൽ എന്ന പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE ഈ കളി ഞങ്ങൾക്ക് 3ാമതും അലോട്ട് ചെയ്യുകയുണ്ടായത്. അതിൽ ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MO ജോൺ നിർവഹിക്കും. ക്രസന്റ് സ്കൂൾ ഗ്രൗണ്ട്, ആലുവ മുനിസിപ്പൽ ഗ്രൗണ്ട്, സെറ്റിൽമെന്റ് സ്കൂൾ ഗ്രൗണ്ട്, എടത്തല അല്ലമീൻ കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ടൂർണമെന്റിന് വേണ്ടതായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും മാനേജർ പറഞ്ഞു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. Bobby Chamanur International Jeweler.